നമസ്കാരം. ജോൺസൺസ് ടാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൻ്റെ ഒരു പുതിയ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കി അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നിരീക്ഷണം എന്ന് പറയുന്നത്. വളരെ പ്രാധാന്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രാധാന്യമുള്ളത് ഒരിക്കലും ആളുകൾ പറയാത്തതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും ലഭ്യമല്ല. പറയുന്നില്ല, യാഥാർത്ഥ്യം പറയുന്നില്ല. അപ്പോൾ നമ്മൾ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തെ നിരീക്ഷിച്ചതിന് ശേഷം അത് കൃത്യമാണോ യുക്തിസഹമാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ നിരീക്ഷണത്തിൽ ആ വിഷയം അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. എല്ലാ ഭാഗത്തെയും പോലെ ഇന്നത്തെയും വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. നമുക്കിവിടെ കേരള കാണാൻ സാധിക്കും. കേരള മലയാള ദേശമല്ല, കേരളയാണ്. ആ കേരളയിൽ താമസിക്കുന്ന കേരളാളികളുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കളയുന്ന ഒരു വലിയ കാര്യത്തെക്കുറിച്ചാണ് ഇപ്രാവശ്യം നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു രഹസ്യം ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1956 മുതൽ ഇവിടെ ഉണ്ട്, കേരളയിലുണ്ട്. കാരണം കേരള എന്ന് പറയുന്നത് ഉണ്ടാക്കപ്പെട്ടത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1956 അന്നു മുതൽ ഈ പ്രശ്നം കേരളാളികളെ ബാധിക്കുന്നു, വളരെ രൂക്ഷമായ രീതിയിൽ ബാധിക്കും. എന്താണ് ആ രഹസ്യം? ആ രഹസ്യമാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ആളുകളെ, നമ്മളുടെ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകളെ കയറ്റി അയക്കുക എന്നുള്ളതാണ്, അഥവാ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കേരളയിലെ ഏറ്റവും വലിയ കയറ്റുമതി അഥവാ എക്സ്പോർട്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏലം, കുരുമുളക്, ഇഞ്ചി അതുപോലുള്ള കുറേ കാര്യങ്ങളാണെന്ന്. അതല്ല, യാഥാർത്ഥ്യത്തിൽ കയറ്റി അയക്കുന്നത് കേരള എന്ന് പറയുന്ന ഒരു അർത്ഥരഹിത സ്റ്റേറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നത് കേരളാളികളെയാണ്. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരെയാണ് കയറ്റി അയക്കുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. 56 ഇത് ഉണ്ടാക്കിയ ശേഷം ഇവിടെ നിന്ന് ആദ്യം കയറ്റി അയച്ചത് ഒരു വിഭാഗം ഒന്നിനും കൊള്ളാത്ത, അല്ലെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്ത സ്ത്രീകളെ ആയിരുന്നു. അവരെ നേഴ്സ് വേഷം ധരിപ്പിച്ചാണ് കയറ്റി അയച്ചത്. ഞെട്ടിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. എവിടേക്കാണ് നമ്മുടെ ആക്കപ്പെട്ട മലയാളികളെ കയറ്റി അയക്കുന്നത്? ഇംഗ്ലീഷ് ക്രിസ്ത്യൻ കൺട്രികളിലേക്കാണ്. അവരുടെ ജോലിയെടുക്കാൻ, അടിമപ്പണിക്കാണ് കേരളയിൽ നിന്ന് ആളുകളെ കയറ്റി അയക്കുന്നത്. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രധാനമായിട്ട് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാറുണ്ട്. ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന ഇംഗ്ലണ്ട്, കള്ളന്മാരുടെ കേന്ദ്രമാണ് ഇംഗ്ലണ്ട്. പിന്നെ അവിടെ നിന്ന് പോയിട്ടുള്ള ആളുകൾ ഇംഗ്ലീഷുകാർ അഥവാ ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് പോയിട്ടുള്ള അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക, ഇത്രയും കൺട്രികളിലേക്കാണ് നമ്മുടെ കുട്ടികളും സ്ത്രീകളുമുള്ള ആളുകളെ
അടിമപ്പണിക്കായിട്ട് കയറ്റി അയക്കുന്നത് അഥവാ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് ക്രിസ്ത്യൻ നേഷൻസിലൊക്കെ ജനസംഖ്യ എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്. ഈ കുറഞ്ഞു വരുന്ന ജനസംഖ്യ അവിടെ സാധാരണ ജോലി ചെയ്യാനുള്ള ആളുകളെ ഇല്ലാതെയാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് കഴിഞ്ഞ 10-75 വർഷമായിട്ട് ഇത് ജനസംഖ്യ കുറവാണ്, പണിക്കുള്ള ആളുകളെ കിട്ടുന്നില്ല. അങ്ങനെ വളരെ രൂക്ഷമായിട്ടുള്ളൊരു വിഷയമാണ് ഈ പറഞ്ഞ 5-6 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ നാഷൻസിൽ നിലനിൽക്കുന്നത്. അവിടേക്ക് ഉള്ള ആളുകളെ ഇവിടെ തയ്യാറാക്കി കുറേശ്ശെ ഇംഗ്ലീഷ് 4 മുതൽ 3 മുതൽ 2 മുതലൊക്കെ പഠിപ്പിച്ച് തോന്നിയ പോലെ അവർക്ക് പറയുന്നത് കേട്ട് മനസ്സിലാക്കാനുള്ള, അടിമപ്പണി ചെയ്യാനുള്ള ഇംഗ്ലീഷ് കുട്ടികളെ ഇഡക്കേഷൻ എന്ന് പറഞ്ഞ് നൽകി കൊടുത്ത് ആ പറയുന്ന ഇംഗ്ലീഷ് ഉപയോഗിപ്പിച്ച് അവരെ കൊണ്ട് ചാടടാ എന്ന് പറഞ്ഞാൽ ചാടാനും, ഓടടാ എന്ന് പറഞ്ഞാൽ ഓടാനും, എടുക്കടാ എന്ന് പറഞ്ഞാൽ എടുക്കാനുമുള്ള ഒരു പരിശീലനം കൊടുത്ത് ഇവിടെ ഇഡക്കേഷൻ എന്ന് പറയുന്നത് കൊടുത്ത് ആ ഇഡക്കേഷനിലൂടെ ഇതാ നേരത്തെ പഠിപ്പിക്കുന്നത് ഇന്നതാണ്, വേറെ ഒന്നുമില്ല, അടിസ്ഥാനമില്ല, യുക്തിയില്ല. ഇത് പഠിപ്പിച്ചതിന് ശേഷം, പരിശീലിപ്പിച്ചതിന് ശേഷം, പരിശീലിപ്പിച്ചതിന് ശേഷം ആവർത്തിച്ചൊരു 10-20 കൊല്ലം കുട്ടികളെ കൊണ്ട് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം ആ കുട്ടികളെ, സ്ത്രീകളെ, മുതിർന്നവരെ ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നു ഈ പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ നാഷൻസിലേക്ക്. അതായത് അവിടെ ജനസംഖ്യ കുറയും തോറും ഇവിടെ നിന്ന് ആളുകളുടെ എണ്ണം, കയറ്റി അയക്കപ്പെടുന്നവരുടെ എണ്ണം കൂടുതലാകുന്നു. അതിനെ ഇവിടെ സ്ഥിരമായി അരക്ഷിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി പൊളിറ്റിക്കൽ പാർട്ടികൾ വളരെയധികം രൂക്ഷമായി ശ്രമിക്കുന്നുണ്ട്. അതായത് കേരള എന്ന് പറഞ്ഞിടത്ത് ഇവിടെ എല്ലാതും ഉണ്ട്. സമൃദ്ധമായ ദേശമാണ്, പ്രകൃതി അനുഗ്രഹിച്ചിട്ടുള്ള ദേശമാണ്. ഈ ദേശത്ത് ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കാതെ നമ്മുടെ പാരമ്പര്യ തൊഴിലുകളായ എല്ലാറ്റിനെയും, കൃഷി അടക്കമുള്ള എല്ലാറ്റിനെയും നശിപ്പിച്ച് ഇവിടെ ഒരു തൊഴിലിനും സാധ്യതയില്ലാതാക്കി, അല്ലെങ്കിൽ തൊഴിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ, വ്യവസായം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തി, വളരെ ഭീകരമായ രീതിയിൽ തടസ്സപ്പെടുത്തി, വിദ്യാഭ്യാസം കൊടുക്കാതെ ഇഡക്കേഷൻ കൊടുത്ത് ഒന്നിനും കൊള്ളാത്ത തലമുറകളെ വെറും പൊളിറ്റിക്സിന് മാത്രമായി ഉണ്ടാക്കിയെടുത്ത അവരെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ ഒക്കെ ഇവിടുന്ന് കയറ്റി വിടുക. കാരണം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ ആളുകൾ ശ്വാസം മുട്ടിയിട്ട് ഇവിടുന്ന് ഓടിപ്പോപ്പിക്കും. അതിനുള്ള ഒരു സിസ്റ്റമാണ് 1956 മുതൽ ഇവിടെ കേരളത്തിൽ കേരളാളികളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. അതായത് അവിടെ ആവശ്യം വരുമ്പോൾ ഇവിടെ പ്രശ്നം രൂക്ഷമാക്കും. ടാക്സ്, സെസ്, ചാർജസ്, ലെവി, ഇങ്ങനെയൊക്കെ ഉള്ളത് വളരെ രൂക്ഷമായി അടിച്ചേൽപ്പിക്കുകയും ബന്ദ്, ഹർത്താൽ, സ്ട്രൈക്ക്, ലോക്ക്ഡൗൺ, പണിമുടക്ക്, മിന്നൽ പണിമുടക്ക്, ഇതൊക്കെ അങ്ങനെ നിരന്തരം അടിച്ചേൽപ്പിക്കുകയും ചെയ്ത് ഒന്നിനും കൊള്ളാത്ത ഒരു ജനസമൂഹത്തിന് ഇവിടെ വളർത്തിയെടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ആളുകൾ ഓടിപ്പോകേണ്ട ഒരു ജീവിതാന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കുകയാണ് 1956 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ മുതൽ കേരളയിലും വന്നിട്ടുള്ള കൊണ്ടുവരപ്പെട്ടിട്ടുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ചെയ്തിട്ടുള്ളത്. ഇവിടെ യാതൊരു വികസനവും നടത്തില്ല, നടത്താൻ സമ്മതിക്കില്ല. ഈ രഹസ്യം, ഈ സത്യം ഇനിയെങ്കിലും മലയാളികൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് നിരീക്ഷണത്തിലൂടെ നമ്മൾ പറയുന്നത്. നമ്മുടെ കുട്ടികളെ, നമ്മളുടെ സ്ത്രീകളെ, നമ്മളുടെ പുരുഷന്മാരെ ഇവിടെ നിന്ന് കയറ്റി അയക്കുവാൻ വേണ്ടി ഉള്ള ഒരു സിസ്റ്റം, ആ സിസ്റ്റം അടിമപ്പണിക്ക്, ഇംഗ്ലീഷ് ക്രിസ്ത്യൻ നാഷൻസിലേക്ക് അടിമപ്പണിക്ക് പോകാനുള്ള ഒരു സിസ്റ്റം, കൊണ്ടുപോകാനുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതെല്ലാവരും ഓർമ്മ വയ്ക്കണം. നമുക്കിത് തടഞ്ഞേ പറ്റൂ. നമ്മൾ തടയണം. നമ്മളുടെ കുട്ടികൾ നമ്മുടെ ഒപ്പം ജീവിക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതം നമ്മൾ കൊടുത്ത് വളർത്തിക്കൊണ്ടിരുന്നതാണ് നമ്മുടെ കുട്ടികൾ. നമ്മുടെ സ്ത്രീകളെ നമ്മൾ സംരക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ ഇടങ്ങളിൽ അവരെയും, നമ്മുടെ കുട്ടികളെയും, നമ്മുടെ സ്ത്രീകളെയും
നമ്മളെ തന്നെയും സംരക്ഷിച്ച് നിർത്താൻ പ്രാപ്തമായ ഒരു അന്തരീക്ഷം ഇവിടെ സംജാതമാക്കാൻ എല്ലാവരും, എല്ലാ മലയാളികളും ഇന്നു മുതൽ, ഈ രഹസ്യം വെളിവായ ഇന്നു മുതൽ ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടുത്ത ഒരു വിഷയവുമായി, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം.